നമുക്ക് ഇന്ന് ഒരു പ്രത്യേക അതിഥിയുണ്ട്. കാനപ്പുറം ഈശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തിന് കേരളത്തിൽ പല പ്രേക്ഷകരും ഭാഗവത സപ്താഹം, നവാഹം, മഹാഭാരത പ്രഭാഷണം, രാമായണ പ്രഭാഷണം അങ്ങനെയൊക്കെ പല വേദികളിലും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരിൽ കൈതപ്രത്താണ്. അദ്ദേഹം ഹിന്ദി അധ്യാപകനായിരുന്നു. ആ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പം മുഴുവൻ സമയവും ഇത്തരം പ്രഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോട് അദ്ദേഹം സംസാരിക്കുന്നത് മഹാഭാരതത്തെ പറ്റിയായിരിക്കും ഇന്ന്. നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ ഈ എന്താ പറയുക, ഇതിഹാസങ്ങൾ, ഇപ്പോൾ രാമായണം, മഹാഭാരതമൊക്കെ പോലെ നമ്മുടേത് വലിയ ഒരു സംസ്കാരമാണ്. സംസ്കാരത്തിൻ്റെ നാഗരികതയുടെയൊക്കെ പിള്ളത്തൊട്ടിലാണ് ഇന്ത്യ എന്ന് വലിയ വിദേശ പണ്ഡിതരും ഒക്കെ സമ്മതിക്കാറുണ്ട്. അപ്പോൾ ഈ സത്യത്തിൽ നമുക്ക് ഈ ഇതിഹാസങ്ങളൊക്കെ ധർമ്മം പ്രഘോഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഈ മഹാഭാരതത്തിലേക്ക് വന്നത്? അമ്മ വായിച്ച് കേൾപ്പിച്ച് അങ്ങനെ വളർന്നു വന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാഭാരതം എന്തിനു വേണ്ടിയുള്ളതാണ്? എന്താണ് നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് കിട്ടുന്നത്? സാറിപ്പോൾ പറഞ്ഞതുപോലെ ഈ ചെറിയ പ്രായത്തിൽ ഈ പെട്ടെന്ന് ഈ മാമരച്ചില്ലയെ വളച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ. ചെറിയ ചെടിയായിരിക്കുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ സാധിക്കും. അത് എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്. അച്ഛൻ ഒരു സംസ്കൃത പണ്ഡിതനും കവിയും ഭാഗവതാചാര്യനൊക്കെ ആയിരുന്നു. എന്താണ് പേര് അദ്ദേഹത്തിൻ്റെ? കാനപ്പുറം കേശവൻ നമ്പൂതിരി എന്നാണ്. അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയ സംസ്കൃതത്തിൻ്റെ ഒരു പാരമ്പര്യവും പിന്നെ എൻ്റെ കുടുംബത്തിലെ ജ്യോതിഷ പാരമ്പര്യമുണ്ട്. കാനപ്പുറം നാരായണൻ നമ്പൂതിരി എൻ്റെ വലിയ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു ജ്യോതിഷ പണ്ഡിതൻ, തത്വശാസ്ത്ര പണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് എനിക്ക് ഇത്തരം വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ സാധിച്ചു. പിന്നെ ഒരു 8-9 വയസ്സ് പ്രായത്തിൽ അമ്മ ഈ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാരതം മുഴുവനായിട്ട് വായിച്ച് വരികൾ ഓരോന്ന് വായിച്ചിട്ട് അതിൻ്റെ സാരം പറഞ്ഞു തന്നു. അങ്ങനെ ഈ മഹാഭാരത കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും മനസ്സിൽ ഒരു സിനിമ കണ്ടിട്ട് നമുക്കുണ്ടാകുന്നത് വേറൊരാളുടെ പിന്നെ ഇമാജിനേഷനാണല്ലോ. അതല്ല, എൻ്റേതായ ഒരു ഇമാജിനേഷൻ എനിക്ക് പതിച്ചു പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയോടൊക്കെ ഇതിൽ വലിയൊരു കടപ്പാട് എനിക്കുണ്ട്. കാരണം ആദ്യം മഹാഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഭാഗവതത്തിലേക്കും വന്നത്. അങ്ങനെ ഒരു അതുകൊണ്ട് അതിലൂടെ വന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇതിഹാസ പുരാണങ്ങൾ ധർമ്മ സംവാദങ്ങളിലൂടെ നമ്മളെ സംസ്കരിക്കുകയാണ്. കഥകളുമുണ്ട്. കഥകളിലൂടെ ധർമ്മത്തെ പഠിപ്പിക്കുകയും അതിലൂടെ നമ്മളറിയാതെ നമ്മളെ സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംസ്കാരം നമ്മുടെ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ തുടർന്നുള്ള ജീവിതത്തിലൊക്കെ തന്നെ അത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വിട്ടുമാറിയിട്ടൊരു ജീവിതമില്ല. അങ്ങനെ വന്നു ചേർന്നിട്ടുണ്ട്. മഹാഭാരതത്തിലേക്ക് അങ്ങനെ കയറുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെ പലതരം നവരസങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് വരുന്നത്. ചിലരിൽ വീരം ഒക്കെ കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ വിതുരരൊക്കെ ആണെങ്കിൽ ധർമ്മം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ കുട്ടിയായിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ കഥാപാത്രങ്ങളിലാണോ താല്പര്യമുള്ളത് അതോ പറയുന്ന ആശയങ്ങളിലാണോ? അത് എനിക്ക് അമ്മയുടെ വിദ്യാഭ്യാസം അത് വെച്ച് നോക്കുമ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്നത് കഥയുടെ രൂപത്തിലാണ്. അപ്പോൾ അതിൽ ഓരോ ഈ പറഞ്ഞ വീരകഥാപാത്രം, ഭീമനോട് ഒരു ആദരവ് നമുക്ക് തോന്നും. യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ അർജുനനോട് അതുപോലെ വിതുരരോട് വേറൊരു തരത്തിലുള്ള ആദരവാണ് തോന്നുക. അങ്ങനെ ഒരു നമുക്ക് ചില ആളുകളുടെ വെറുപ്പ് തോന്നുക, ഇതൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവം, അതിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവം വെച്ചുകൊണ്ടുള്ള ഒരു പ്രിൻ്റാണ് എൻ്റെ ഉള്ളിൽ പതിഞ്ഞത്. പക്ഷെ ക്രമേണ ഞാൻ സംസ്കൃതം പഠിച്ചതിന് ശേഷം മൂലമഹാഭാരതം പല ആവർത്തി വായിക്കുകയും നിരന്തരമായിട്ട് അതിനോടിങ്ങനെ മഹാഭാരതത്തോട് സല്ലപിച്ചുകൊണ്ടേയിരിക്കുക. സംസ്കൃതത്തിൽ തന്നെ വായിച്ചു. അതെ, സംസ്കൃതം. അതുപോലെ മഹാഭാരതത്തിന് ആധികാരിക വ്യാഖ്യാനം നീലകണ്ഠാചാര്യ എന്ന് പറയുന്ന നീലകണ്ഠി ടീക്ക എന്നാണ് പറയുക. ആ പുസ്തകം എൻ്റെ കയ്യിലില്ല, പക്ഷേ ഓൺലൈനായിട്ട് അത് കിട്ടും. അതും സംസ്കൃതം നന്നായിട്ട് അറിയെങ്കിൽ അത് വായിച്ചാൽ മനസ്സാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ സഹായം കിട്ടും. പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പുസ്തകങ്ങൾ ഒക്കെ വായിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് കൂടുതൽ ഒരു ഉൾക്കാഴ്ച കിട്ടാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് മഹാഭാരതത്തോട് ആണ് എൻ്റെ എല്ലാ സല്ലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലയാളത്തിൽ കുട്ടിക്കൃഷ്ണമാരാരുടെ മഹാഭാരത പര്യടനം, തുറവൂർ വിശ്വംഭരൻ മാഷ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ നോവലുകളൊക്കെ ഉണ്ട്. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ കർണന കഥാപാത്രമൊക്കെ MT യുടെ 2-ാം ഊഴം. ഇങ്ങനെ
അപ്പോൾ സത്യത്തിൽ ഈ മഹാഭാരത സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, അവരിൽ കൂടി വ്യാസനൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് ശരിക്കും നമുക്ക് പകർന്നു കിട്ടുകയാണോ ചെയ്തത്, അതോ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹപ്രകാരം വല്ല വളച്ചൊടിക്കലുകളോ ദുർവ്യാഖ്യാനങ്ങളോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കൃഷ്ണമാരാർ ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു, നല്ല എഴുത്തുകാരാണ്, ഒരു വശ്യവചസ്സാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മറക്കാത്ത രീതി നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ അദ്ദേഹം എഴുതും. പക്ഷെ അദ്ദേഹം പലപ്പോഴും മഹാഭാരതത്തിലുള്ള വസ്തുതയെ അദ്ദേഹം മറച്ചു വെക്കുകയും ഇല്ലാത്തതിനെ അദ്ദേഹം അതിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്ത്, അതായത് തൻ്റെ ഒരു വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു സത്യസന്ധമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് പിന്നീട് ഈ കല ഒരു ജീവിതം തന്നെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പിന്നെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, അന്ന് ആ ലേഖനം ഞാൻ എഴുതുന്ന സമയത്ത് മഹാഭാരതം വായിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കത് വല്ലാത്തൊരു, അദ്ദേഹത്തോട് ശരിക്കും കുട്ടിക്കൃഷ്ണമാരെ എൻ്റെ ഒരു ആരാധ്യ പുരുഷനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് ഈ മഹാഭാരത പര്യടനം എഴുതുമ്പോൾ വായിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് എഴുതി അദ്ദേഹത്തിൻ്റെ ഋഷിപ്രസാദം, അതുപോലെ പിന്നെ ശരണാഗതിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊരു ശരിക്കും എന്നെ നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകങ്ങളാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ ശേഷം ആണ് ആ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്. പക്ഷേ ഭാരത പര്യടനം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു വിപ്ലവകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് അർത്ഥത്തിലുള്ള ഒരു വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുപോലെ അദ്ദേഹം അതിൽ പറയുന്നത് വെച്ചാൽ വ്യാസനെ അനുകൂലിക്കുന്നതിനേക്കാൾ നല്ലത് പ്രതികൂലിക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരം. അദ്ദേഹത്തിന് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നോ? പക്ഷെ ഒരു യുക്തിവാദം. കാരണം വളരെ പ്രശസ്തമായ ഒരു കഥ, കെ ദാമോദരൻ ഒരിക്കൽ കുട്ടിക്കൃഷ്ണമാരാര് മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിരുന്നല്ലോ. അപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരെ പോയി കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദാമോദരൻ പറഞ്ഞു, ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് മാതൃഭൂമിയിൽ കൊടുക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം എന്താ ലേഖനം എന്ന് ചോദിച്ചു. കമ്മ്യൂണിസ്റ്റത്തിൽ നിന്ന് കാടത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക്, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം മാരാര് ചോദിച്ചു എന്നൊരു കഥയുണ്ട്. കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാലത്താണോ? കാരണം അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം ചെയ്യുന്നതിന് അത് നല്ലതാണ്, അതൊരു ഭാരതീയമായ രീതി തന്നെയാണ് ചോദ്യം ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഈ വസ്തുതയെ മറച്ചു വയ്ക്കുക, വസ്തുതയെ അതല്ലെങ്കിൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക, അത് ഈ ആ ശ്ലോകത്തെ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മുടെ ലീലാവതി ടീച്ചർ വളരെ നന്നായിട്ട് അതിനെ പിന്നെ ഖണ്ഡിച്ചിട്ടുണ്ട്. അതുപോലെ അത് ശരിക്കും എന്താണ്, എങ്ങനെയാണ് ദുർവ്യാഖ്യാനം വന്നത്? അത് അതായത് ബലസ്യ ഈശ ന ഇതി അധർമ്മം ചരേത് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അതായത് ഞാൻ ശക്തിക്ക് ആളല്ല എന്ന് കണ്ടാൽ അധർമ്മം ചെയ്തോളണം എന്ന് വെച്ചാൽ മഹാഭാരത അധർമ്മം പ്രഘോഷിക്കുന്നു എന്നാണ്. അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് നേരെ തിരിച്ചാണ് എന്നുള്ളത് ഈ മാർക്കണ്ഡേയ മഹർഷിയാണ് ഈ വരികൾ ഉദ്ധരിക്കുന്നത്, വരികൾ പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവിനോട് വനവാസകാലത്ത് പിന്നെ ശ്രീരാമൻ്റെ ഉദാഹരണം, ദിഗ്ഗജങ്ങളുടെ ഉദാഹരണം, അതുപോലെ പിന്നെ അങ്ങനെ നിരവധി ഈ മഹാത്മാക്കൾ, പിന്നെ ഈ സപ്തർഷികൾ, ആകാശ സപ്തർഷികൾ, അവരൊക്കെ ശക്തന്മാരാണ്. പക്ഷെ അവരുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നല്ലാതെ വേറെ ആൾ കയറി ആക്രമിക്കാൻ മുതിരുന്നില്ല. ദിഗ്ഗജങ്ങൾ ഈ ലോകത്തെ താങ്ങി നിർത്താൻ ശക്തിയുള്ളവരായിട്ട് പോലും അവരനങ്ങാതെ അവരുടെ ധർമ്മത്തിൽ അവരുടെ ആ ഡ്യൂട്ടി മാത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ബലമുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധർമ്മം ചെയ്യരുത്. അധർമ്മം ന ചരയത് എന്നാണ് അവിടെ ന എന്നുള്ള ആ ഇതിനെ അവ്യടുത്ത് അവിടെ ഇവിടെ അന്വയിക്കുക. സംസ്കൃതം അങ്ങനെ ഒരു സൗകര്യവും അതൊരു പോരായ്മയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആർക്കും ഇവിടെ ഇതിനെ അന്വയിച്ചിട്ട് അർത്ഥം മാറ്റാൻ സാധിക്കും. പക്ഷേ ആ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയത്തിന് വിരുദ്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ മഹാഭാരതം മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ ആശയം വെച്ചിട്ട് കൊണ്ടുപോകണം ഓരോ ശ്ലോകത്തെയും നമ്മൾ അന്വയിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചില ഇതിനെ ആശയത്തെ മറിച്ചിടുക, തലകീഴാക്കി കാണുക എന്നുള്ളൊരു രീതി അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുപോലെ ശ്രീരാമനെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം. ശ്രീരാമൻ ഒരു അദ്ദേഹം പ്രതിജ്ഞാലംഘനം ചെയ്തു. 14 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് രാജ്യം ഭരിച്ചു. കാരണം ഭരതന് കൊടുത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭീഷ്മരുമായിട്ടാണ് താരതമ്യം ചെയ്തത്. ഭീഷ്മർ ഒരു മഹാസത്യസന്ധനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാൻ വേണ്ടിയിട്ട് രാമനെ ഇടിച്ചു താഴ്ത്തുകയായിരുന്നു. പക്ഷേ മഹാഭാരതം നമ്മൾ ഒരു നിഷ്പക്ഷമായിട്ട് വായിച്ചാൽ
ഭീഷ്മരുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായൊരു പ്രതിജ്ഞയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ കാമപൂരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വലിയ വിട്ടുവീഴ്ച ചെയ്തു, അച്ഛനോടുള്ള കർത്തവ്യം. പക്ഷേ അച്ഛനോടുള്ള കർത്തവ്യത്തിന് മുകളിൽ അദ്ദേഹത്തിന് രാഷ്ട്രത്തോടൊരു ധർമ്മമുണ്ടല്ലോ. രാഷ്ട്രം അന്യാധീനമാകുന്നു, അല്ലെങ്കിൽ രാഷ്ട്രം അരാജകത്വം വരുന്നു, ആ വംശത്തിൽ കുടുംബത്തിൽ ഇനി വംശവർദ്ധനവില്ല എന്ന് കാണുന്ന സമയത്താണ് സത്യവതി അദ്ദേഹത്തോട് പറയുന്നത്, മോനെ നീ വിവാഹം കഴിക്കൂ, നീ എനിക്ക് വേണ്ടിയാണല്ലോ നീ ആ പ്രതിജ്ഞ എടുത്തത്, ഞാൻ തന്നെ നിന്നോട് പറയുന്നു നീ വിവാഹം കഴിച്ചിട്ട് അല്ലെങ്കിൽ നിൻ്റെ സഹോദര പത്നിമാരിൽ നീ സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ട് ഈ വംശത്തെ നിലനിർത്തണം. അപ്പോൾ ഭീഷ്മർ കൂട്ടാക്കിയില്ല, ഒരു വാശി പോലെ അദ്ദേഹം പെരുമാറി. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാലംഘനം കുറേയൊക്കെ നടന്നു. കാരണം രാജ്യം അദ്ദേഹം ഭരിച്ചു, രാജാവായി ഇരിക്കാതെ രാജ്യം ഭരിക്കുകയും തുറവൂരൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഈ കാശി രാജാവിൻ്റെ കന്യകമാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന്, ബലമായി പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ അനുജന് വിവാഹം ചെയ്ത് കൊടുക്കും. ഈ ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ഒരു ധർമ്മമുണ്ട്. പക്ഷെ അവനവന് വേണ്ടിയാണ്. ഇപ്പം കുട്ടികൃഷ്ണന്മാരെ പറയുന്ന അദ്ദേഹം വീര്യശുൽക്കമായിട്ട് ഈ കന്യകമാരെ പിടിച്ചു. പക്ഷേ അവനവന് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതും രണ്ടാം കിടയാണ്. പക്ഷേ ഭീഷ്മർ ചെയ്തെന്താണ്? തൻ്റെ അനുജന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൻ്റെ അനുജനെ ഒന്നിനും കൊള്ളില്ല എന്ന് കാണിക്കുക, ഞാനാണ് ഇവരുടെയൊക്കെ ഉടമ എന്ന് കാണിക്കാനൊരു ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് അതിന് ലോകഹിതവുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. അവനവൻ്റെ അച്ഛൻ അവിടെ കുടുംബത്തോടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ രാമൻ്റെ പ്രതിജ്ഞ അങ്ങനെയല്ല. രാമൻ്റെ പ്രതിജ്ഞ ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹം ദണ്ഡകാരണത്തിലേക്ക് പോകുന്നത് തന്നെ ഋഷിമാരുടെ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് വാൽമീകി രാമായണത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഭവതാമർത്ഥസിദ്ധ്യർത്ഥം ആഗതോഹം എതിർച്ഛയാന്നാണ്. നിങ്ങളുടെ കാര്യം ചെയ്യാനാണ് ഞാൻ ദണ്ഡകാരണത്തിലേക്ക് വന്നത്. അച്ഛൻ്റെ വാക്ക് എന്ന് പറയുന്ന രണ്ടാം കടിയെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ എന്നാണ് വാൽമീകി രാമായണം നമ്മൾ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാകുന്നത്. ഈ ആർഷധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ട വഴിയായിരുന്നു ദണ്ഡകാരണത്തിലേക്ക് പോവുക എന്നുള്ളത്. അതവിടെ നമുക്ക് വാൽമീകി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ലോകഹിതത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തെ പാലിച്ച, സത്യത്തെ പാലിച്ച ഒരു രാമനെയും അതേസമയത്ത് ഈ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മഹാഭാരതം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മഹാഭാരതം തന്നെത്താനെ വായിക്കല്ലേ? അതാണ് അതാണ് ഞാനും ചിന്തിച്ചത്. മൂലഗ്രന്ഥം നമ്മൾ വായിച്ചാൽ പിന്നെ വേറൊരു വ്യാഖ്യാതാവിനെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നില്ല. പക്ഷേ മലയാളികളുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് അവർ മൂലഗ്രന്ഥം വായിക്കില്ല. അവർ വാട്സാപ്പിലൂടെ വരുന്ന രാമായണം മഹാഭാരതം വായിച്ചിട്ട് അത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ എപ്പോഴും പറയുന്നത് മൂലഗ്രന്ഥത്തെ പലതവണ വായിക്കുക. അപ്പോൾ അതാണെങ്കിൽ ഇനിയിപ്പം സംസ്കൃതം അറിയില്ലെങ്കിൽ പോലും മലയാളത്തിൽ വിദ്വാൻ കെ പ്രകാശം ഗദ്യത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കാൻ അത് വായിച്ചാലും മതി. പക്ഷെ ആസ്വാദനം നടക്കില്ല, കാവ്യാസ്വാദനം നടക്കില്ല. അതിലും സ്വന്തം നിലയ്ക്കുള്ള എഴുത്തുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അത് വരുന്നുണ്ട്. അതിപ്പം തുറവൂർ വിശ്വംഭര സാർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹവും ഈ പറഞ്ഞ ചില നിരീക്ഷണങ്ങൾ നമുക്കത് ഹരി അദ്ദേഹം വലിയ പണ്ഡിതനൊക്കെയാണ്. പക്ഷെ എനിക്ക് ഒരുപാട് വിയോജിപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. വിയോജിപ്പെന്നല്ല, ഈ പറഞ്ഞ വസ്തുതകളെ മറച്ചു വെക്കലോ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാവുന്നത് മൂലഗ്രന്ഥം വായിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പരിഹാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.